നമസ്കാരം. പാകിസ്ഥാൻ എന്ന രാജ്യം വളരെയധികം ഭീഷണിയാണെന്നും അവർക്ക് ആണവായുധങ്ങൾ ഉണ്ടെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിക്കേണ്ടതുണ്ട്. ഒസാമ ബിൻ ലാദനെ സംരക്ഷിക്കുകയും ഡസൻ കണക്കിന് ഭീകര സംഘടനകൾക്ക് രൂപം നൽകുകയും ഇത്തരം ദുഷിച്ച പ്രവർത്തികൾ ചെയ്തതായി നിരവധി തവണ സമ്മതിക്കുകയും ചെയ്ത ഒരു രാജ്യത്തിന് ആണവായുധങ്ങൾ നിലനിർത്താൻ എങ്ങനെയാണ് അനുവദിക്കാനാവുക? അവർക്ക് ഉപരോധം ഏർപ്പെടുത്തണം. അവരെ ഉടൻ തന്നെ ആണവ മുക്തരാക്കണം. ഇത് ചെയ്യാൻ ഇന്ത്യ ശക്തമാണ്. ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു അപേക്ഷയാണ്. അതും ഇന്ത്യക്ക് മോദിയുടെ കാൽച്ചുവട്ടി. പാകിസ്ഥാനിലെ ഭീകരരെ തീറ്റിപ്പോറ്റുന്ന മനുഷ്യരൂപമുള്ള പിശാചുക്കളെ കൊന്നൊടുക്കാൻ ഇന്ത്യക്ക് മാത്രമേ കഴിയൂ. അതിന് ഇന്ത്യ മുന്നൊരുക്കം നടത്തണമെന്നുള്ള നിലവിളി ദശകങ്ങളായി ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകി വരുന്ന പിന്തുണയ്ക്കും പാകിസ്ഥാന്റെ പക്കലുള്ള ആണവശേഖരം നിർവീര്യമാക്കുന്നതിനും ഇന്ത്യയുടെ സഹായം തേടി അഫ്ഗാൻ പാർലമെന്റ് മുൻ അംഗം മറിയം സുലൈമാനാണ് ഉന്നയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാന്റെ നടപടികൾ തുറന്നു കാണിക്കാനും ആഗോള ഉപരോധങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്താനും ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. താലിബാൻ ഭരണകൂടത്തെ എതിർക്കുന്ന മറിയം സുലൈമാൻഖിൽ നിലവിൽ യുഎസിലെ ലോസ് ഏഞ്ചലീസിൽ പ്രവാസത്തിലാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ പുതിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിലാണ് മറിയം സുലൈമാൻഖിലിന്റെ പ്രതികരണം. പാകിസ്ഥാന്റെ ഭീകരവാദപരമായ ഭരണ നയങ്ങൾ മൂലം ബാധിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ഇന്ത്യക്ക് ഇടപെടാമെന്ന് അവർ പറഞ്ഞു. അതേസമയം അഫ്ഗാനിസ്ഥാന്റെ ഏകാധിപത്യ ഭരണരീതിയെ അവർ വിമർശിക്കുകയും ചെയ്തു. ഭീകരവാദത്തിന്റെ ഇരയാണെന്നുള്ള പാക് വാദങ്ങളെ വിമർശിച്ചുകൊണ്ട് മറിയം സുലൈമാൻഖിൽ പാകിസ്ഥാന്റെ സൈനിക ഏകാധിപത്യത്തെയും റാവൽപിണ്ടിയിലെ ജനറൽമാരെയും വിമർശിച്ചു. യുദ്ധത്തെ ഒരു ബിസിനസ് ആക്കി മാറ്റിയിരിക്കുന്നതായും അവർ അഭിപ്രായപ്പെട്ടു. മറിയം സുലൈമാൻഖിലിന്റെ പ്രസ്താവനയിൽ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്നത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, അത് മേഖലയിലെ സ്ഥിരതയ്ക്കായുള്ള ആഹ്വാനമാണ്. പാകിസ്ഥാന്റെ ആണവശേഖരത്തെ കുറിച്ചുള്ള ആഗോള ആശങ്കകളും ഭീകരവാദ സംഘടനകളുമായുള്ള ബന്ധങ്ങളെന്ന ആരോപണങ്ങളും പരിഗണിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ഉത്തരവാദിത്തപരമായ ഇടപെടൽ നടത്തേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര ശക്തിയും ആഗോള വിശ്വാസ്യതയും വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ദക്ഷിണേഷ്യയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും അന്താരാഷ്ട്ര സഹകരണവും അനിവാര്യമാണ്. ഭീകരവാദത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുകയും ആഗോള ഉപരോധങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ നിലപാട് ഇന്ന് കൂടുതൽ പ്രസക്തമാണ്. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നയതന്ത്ര ഇടപെടലുകൾ രാജ്യത്തെ ഒരു പ്രാദേശിക ശക്തിയായി മാത്രമല്ല ആഗോള വേദികളിൽ ഉത്തരവാദിത്തമുള്ള ശക്തിയായി ഉയർത്തിക്കൊണ്ടു. പാകിസ്ഥാന്റെ നടപടികൾക്കുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന സംവിധാനങ്ങളെ ഒറ്റപ്പെടുത്താനും ഇന്ത്യക്ക് കഴിയുന്നുവെങ്കിൽ അത് ദക്ഷിണേഷ്യക്ക് മാത്രമല്ല ലോകത്തിനും ഗുണകരമായിരിക്കും. സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ശക്തമായ ശബ്ദമായി ഇന്ത്യ മുന്നോട്ട് വരുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്.